മലയാളം മൂവി സൂക്ഷ്മദർശിനി ബേസിൽ ജോസഫ്, നസ്രിയ നസീം ആദ്യമായിട്ട് ഒന്നിക്കുന്ന സിനിമ. ആദ്യമായിട്ടാണോന്നറിയില്ല. എന്തായാലും സിനിമ അടിപൊളി സിനിമയാണ്. നല്ല എൻഗേജിങ് ആയിട്ട് നമ്മൾ എപ്പോഴും ഇങ്ങനെ കൊണ്ടുപോയിക്കൊണ്ടേയിരിക്കും. അതായത് ഒരു വലിയൊരു ക്യൂരിയോസിറ്റി നമ്മളിൽ കൊളുത്തിയിട്ട് തന്നിട്ട് ആ ഒരു സിനിമയുടെ അവസാനം വരെ നമ്മളിങ്ങനെ കൊണ്ടുപോയിക്കൊണ്ടേയിരിക്കുന്ന ഒരു മൂവി. ഒട്ടും ബോറടിപ്പിച്ചില്ല, ലാഗില്ല. അതായത് സിനിമ കുറച്ച് ലാഗിലാണ് പോകുന്നതെങ്കിലും കാണുന്ന പ്രേക്ഷകന് അതൊരിക്കലും മനസ്സിലാവുകയില്ല. അത്രയ്ക്കും ഭംഗിയായിട്ട് എടുത്തിട്ടുണ്ട്. ഈ സിനിമയിലെ ഡയറക്ടർ MC ജിതിൻ, അതുപോലെ തന്നെ പ്രൊഡ്യൂസർ സമീർ താഹിർ, പിന്നെ കുറച്ച് ടെക്നിക്കൽ സൈഡിലേക്ക് മ്യൂസിക് ക്രിസ്റ്റോ സേവിയർ, ലിബിൻ TV സ്ക്രീൻ പ്ലേ, പിന്നെ അതുൽ രാമചന്ദ്രൻ സ്ക്രീൻ പ്ലേ, പിന്നെന്താ സിനിമാറ്റോഗ്രാഫി ശരൺ വേലായുധൻ, എഡിറ്റർ ചമൻ ചാക്കോ. എന്തായാലും നല്ല വർക്കാണ്. യാതൊരു കുറ്റമൊന്നും പറയാനില്ല. എഡിറ്റിംഗ് ഒക്കെ നല്ല രസമുണ്ട് കേട്ടോ. കാരണം എന്താ വെച്ചാൽ വളരെ സിമ്പിളായിട്ടുള്ള മൂവിയാണ്, സിമ്പിളായിട്ടുള്ള വിഷ്വൽസ് ആണ്. അങ്ങനെയാണെങ്കിൽ കൂടിയും അതിൻ്റെ എഡിറ്റിംഗ് കൂടെ ഒരു കറക്റ്റ്, അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ലാത്ത കറക്റ്റ് ലെവലിൽ പോയത് കൊണ്ടാണ് ഈ സിനിമ നമ്മളിൽ ഇത്ര കൃത്യമായിട്ട് കിട്ടിയത്. ഇനി അഭിനയിച്ചിരിക്കുന്ന ആക്ടേഴ്സിൻ്റെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ ബേസിലിൻ്റെ പെർഫോമൻസ് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു, പറഞ്ഞാൽ ഒരുപാട് അങ്ങോട്ട് കണക്റ്റായി. കാരണം ഇതുവരെ നമ്മൾ കണ്ട ആ വെറുതെ ചിരിക്കുന്നൊരു ബേസിലല്ല ഈ സിനിമയിൽ. അതൊരു പ്രത്യേകതരം എന്താ പറയുക, ഫേസ് എക്സ്പ്രഷൻ ഇട്ട് മാത്രം ഈ ഒരു കഥയെ ക്യൂരിയോസിറ്റിയിൽ നിർത്തുന്ന ഒരു കഥാപാത്രമാണ് ബേസിലിൻ്റെ. അത് വളരെ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. മൂപ്പറിൻ്റെ ഫേസിൻ്റെ ഓരോ എക്സ്പ്രഷനും നമ്മളെ തെറ്റിദ്ധരിപ്പിക്കണം. ആ രീതിയിലാണ് ആ എക്സ്പ്രഷൻ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുന്നത്. അത് നല്ല കൃത്യമായിട്ട് വർക്കായിട്ടുണ്ട്. അത് മൂപ്പർക്ക് ഇതുപോലുള്ള റോളുകളൊക്കെ ചെയ്യാൻ കഴിയും, അല്ലെങ്കിൽ ഇതൊക്കെ എത്രയും ഇങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നുള്ളത് വളരെ 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 അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നസ്രിയൻ്റെ കാര്യം വെച്ച് നോക്കുകയാണെങ്കിൽ നസ്രിയ ഇതുവരെ ഹാൻഡിൽ ചെയ്യാത്തൊരു ക്യാരക്ടറാണ്. പക്ഷെ നല്ല രസമുണ്ട്. നസ്രിയ പൊതുവേ ക്യൂട്ടാണ്. അവർ ചെയ്യുന്ന ഏതൊരു മൂവിയിലാണെങ്കിലും അവരുടേതായിട്ടുള്ള ചില എക്സ്പ്രഷൻസ് എപ്പോഴും കയ്യിന്നിടും. അപ്പോൾ അതുപോലെ ചില കാര്യങ്ങളൊക്കെ ഈ ഒരു സിനിമയിലും ഉണ്ട്. എങ്കിൽ കൂടിയും വളരെ നന്നായി ചെയ്തിട്ടുണ്ട്. വളരെ നന്നായിട്ട് ഒരു പവർഫുൾ ആയിട്ടുള്ള ഒരു കഥാപാത്രമാണ് കേട്ടോ. വളരെ പവർഫുൾ ആയിട്ടുള്ള, എന്നാൽ ഇതൊട്ടും ഓവർ ആക്കിയിട്ടുമില്ല. അടുത്തത് ദീപക് എന്ന് പറയുന്നത് നമ്മുടെ നസ്രിയയുടെ ഹസ്ബൻഡായിട്ടാണ് ഈ ഒരു സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. വളരെ നന്നായിട്ട് നല്ലൊരു ആൾക്ക് കൊടുത്ത വേഷം എന്താണോ അത് പെർഫെക്റ്റായി വൃത്തിയായി ചെയ്ത് വെച്ചിട്ടുണ്ട്. അടുത്തത് സിദ്ധാർത്ഥ് ഭരതനെ പിന്നെ പറയേണ്ട കാര്യമില്ല. കൊടുക്കുന്ന എങ്ങനെയാണോ അത് മൂപ്പര് തീയാക്കി തരും. ഇതിലും അങ്ങനെ തന്നെയാണ്. ഇതിലും തീയാക്കി തന്നിട്ടുണ്ട്. വളരെ എന്താ പറയുക, കുറച്ച് ഡാർക്കായിട്ടുള്ള സബ്ജക്റ്റ് ആണെങ്കിൽ കൂടിയും അതിനെ കുറച്ചൊന്ന് ഒരു കോമഡി ലെവലിലേക്ക് എത്തിക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ അത് കോമഡി ലെവലിലേക്ക് എത്തിക്കുമ്പോൾ അതിൻ്റെ അളവൊട്ടും കൂടിയിട്ടില്ല. വളരെ വളരെ കൃത്യമായിട്ടുള്ള ലെവലിലാണ് കൊണ്ടുപോയിരിക്കുന്നത്. അങ്ങനെ ആയതുകൊണ്ട് തന്നെ കാണുന്നവർക്ക് വളരെ എൻ്റർടൈനിങ് ആയിരുന്നു. പിന്നെ അഖില ഭാർഗവൻ നമ്മുടെ ഈ പ്രേമലൂലെ ആ മറ്റേ മമിത ബൈജുവിൻ്റെ കൂടെയുള്ള ഒരു പെങ്കൊച്ചാട്ടോ, നന്നായി ചെയ്തിട്ടുണ്ട്. അവരുടെ റോള് വളരെ വൃത്തിയായിട്ട് നല്ല ഭംഗിയിൽ, ഒരു നൈബർ എന്ന രീതിയിൽ നല്ല ഭംഗിയിൽ അവർ നെയ്ബറിൻ്റെ വേഷം വളരെ വൃത്തിയായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ പറയുന്ന നടിയുടെ കൂടെ നിൽക്കുന്ന ഒരു ക്യാരക്ടർ എന്ന രീതിയിലും വളരെ വൃത്തിയായിട്ട് ചെയ്തിട്ടുണ്ട്. സിനിമയുടെ കഥയെക്കുറിച്ച് എടുത്ത് പറയേണ്ട ഒരു കാര്യം, സിനിമയുടെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് വളരെ ഡാർക്ക് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റാണ്. എന്നിരുന്നാൽ കൂടിയും നമ്മുടെ ഈ കാലഘട്ടത്ത് ഇതൊക്കെ സംഭവിക്കുമെന്ന് ചിന്തിച്ച് അത്ഭുതപ്പെടേണ്ട കാര്യമൊന്നുമില്ല. ഇതുപോലെയൊക്കെ സംഭവിച്ചിട്ടുണ്ട്, ഇതിനേക്കാളും അപ്പുറം സംഭവിച്ചിട്ടുണ്ട്. എന്നാൽ ഈ ഒരു കഥ ഇങ്ങനെ കൊണ്ടുപോയിക്കൊണ്ടേയിരിക്കുമ്പോൾ നമ്മളെ ഒന്ന് പറ്റിച്ച് അവസാനം വലിയൊരു ട്വിസ്റ്റൊക്കെ ഇടയിൽ കൊണ്ടുവരുന്നുണ്ട്. ആ ഒരു ട്വിസ്റ്റൊക്കെ നന്നായിട്ടുണ്ടാവും. നമ്മളെ പ്രഡിക്ഷൻ ഒരു 70% വരെ നമ്മുടെ പ്രഡിക്ഷൻ നമ്മളൊരു കാര്യത്തിൽ പ്രഡിക്ഷൻ വെക്കും. എല്ലാവരും എനിക്കറിയില്ല, ഒരു പ്രഡിക്ഷൻ വെക്കും. പക്ഷെ അത് മാറിപ്പോവും, കൺവേർട്ടായി പോവും. പിന്നെ നമുക്ക് അറിയാൻ പറ്റും എന്താണ് സംഭവിക്കാൻ പോകുന്നത്, നമുക്ക് അറിയാൻ പറ്റും. പക്ഷേ 70% ആ ഒരു സിനിമ കഴിയുന്നത് വരെ നമുക്ക് പെട്ടെന്ന് ക്ലിക്ക് ആവില്ല. സൂക്ഷ്മദർശിനിയിലെ മ്യൂസിക്കും ഈ ഒരു സിനിമയെ എൻഗേജ് ചെയ്യിപ്പിക്കാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിലൊരു എടുത്ത് പറയേണ്ട ഒരു കാര്യം കേട്ടോ, ആരും ഇത് മിസ് ചെയ്യരുത്. ഈ സിനിമ കണ്ട് അവസാനം എത്തുന്ന സമയത്ത് നസ്രിയയുടെ കാറിൽ ചെറിയൊരു ആക്സിഡൻറ്റ്, ഒരു ചെറിയൊരു സ്ക്രാച്ച് വരുന്നുണ്ട്. വന്നിട്ട് ആ ഒരു സ്ക്രാച്ച് കാണിച്ചിട്ടാണ് ഈ സിനിമ സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷെ ഇതിൻ്റെ എൻഡിലും ആ ഒരു സ്ക്രാച്ച് കാണിക്കുന്നുണ്ട്. ആ കാണിക്കുന്ന സമയത്ത് ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഉണ്ട്. അത് നിങ്ങൾ മിസ് ചെയ്യരുത്. കാരണം എനിക്ക് ഒരുപാട് കണക്റ്റായ ഇഷ്ടപ്പെട്ടതാണ്. കാരണം ഇതുപോലുള്ളൊരു ത്രില്ലർ പോലുള്ളൊരു മൂവി നമ്മൾ കണ്ടിട്ട് അതിൻ്റെ ക്ലൈമാക്സിൽ ഇതുപോലൊരു BGM കേൾക്കുമ്പോൾ കിട്ടുന്ന ഒരു എഫക്റ്റ് വളരെ ഭീകരമാണ്. അപ്പോൾ ആ ഒരു എഫക്റ്റ് കാണുന്നതിന് മുമ്പ് തിയേറ്റർ വിട്ട് പോകരുത്. ശരിക്കും നമുക്ക് നന്നായിട്ട് ഫീൽ ചെയ്യാനായിട്ട് പറ്റും. എനിക്ക് പേഴ്സണലി ഒരുപാട് ഇഷ്ടപ്പെടും. കാരണം നസ്രിയ ആ ഒരു സ്ക്രീനിലേക്ക് എന്തിങ്ങനെ നോക്കിയിട്ട് പെട്ടെന്ന് ആ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ കയറി വരുന്ന സമയത്ത് കിട്ടുന്ന ഒരു എഫക്റ്റ് അത് അടിപൊളിയായിട്ടുണ്ട്. സിനിമയുടെ പേര് സൂക്ഷ്മദർശിനി എന്നായതുകൊണ്ട് തന്നെ സൂക്ഷ്മദർശിനി എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സിമ്പിൾ ലോജിക്കേ ഉള്ളൂ. മറ്റൊരാളുടെ വീട്ടിലേക്ക് ഇങ്ങനെ ഒളിഞ്ഞു നോക്കുക, എന്നിട്ട് അവിടുത്തെ കാര്യങ്ങൾ മനസ്സിലാക്കുക, അതിലൊരു സംശയം തോന്നുക, അങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് ഈ സിനിമ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ ഭയങ്കര ശരിക്കും സബ്ജക്റ്റ് ബേസ് ചെയ്ത് നോക്കുന്ന സമയത്ത് നമ്മൾക്ക്
ഭയങ്കര ഡാർക്ക് വശമാണ്, അതായത് മനുഷ്യൻ്റെ വലിയൊരു ഡാർക്ക് വശമാണ് ഈ ഒരു സിനിമ കാണിക്കുന്നത്. പക്ഷെ ഇത് കുറച്ച് നമ്മൾക്ക് സിംപ്ലിഫൈ ചെയ്ത് കാണിക്കുന്നു, കുറച്ചുകൂടെ സിമ്പിളായിട്ട് നമ്മുടെ അടുത്ത് കാണിക്കുന്നു. അത് ഒട്ടും ബോറടിപ്പിക്കാത്ത രീതിയിൽ. എന്തായാലും വളരെ നല്ലൊരു സിനിമയാണ്. എല്ലാവരും ഫാമിലിയോട് കൂടി ഈ ഒരു സിനിമ പോയി കാണണം. കാരണം നിങ്ങൾക്ക് ഒരിക്കലും ബോറടിക്കില്ല. ഈ സിനിമ സ്റ്റാർട്ടിങ്, ഞാൻ മുമ്പ് പറഞ്ഞ പോലെ സിനിമയുടെ സ്റ്റാർട്ടിങ് മുതൽ തന്നെ നമുക്കൊരു എൻഗേജിങ്, നമുക്കൊരു കൊളുത്തിട്ട് തരും. ആ ഒരു കൊളുത്തും വലിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇങ്ങനെ സിനിമയിൽ ഇരിക്കാം. അല്ലാതെ നമുക്ക് ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞിട്ടാണ് നമുക്ക് എന്തെങ്കിലും കിട്ടാൻ പോകണം, അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. അങ്ങനെ തന്നെ വലിച്ചുകൊണ്ട് പോകുന്നൊരു മൂവി. അപ്പോൾ ആർക്കും മടുക്കില്ല, അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്.